എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ച 1v1 ബാക്കി നമ്മുടെ സാനോസ് ചെയ്യുന്നതിനെ ഇറങ്ങി വരുന്നതാണ് അവിടെ നിന്നാണ് കാണിക്കുന്നത്. അപ്പം അവൻ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ സാനോ അവനെ അപ്രിഷ്യേറ്റ് ചെയ്യും. യു ആർ എ ടഫ് കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞ് അതിന് നമ്മുടെ സാനോ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അത്രയ്ക്കൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവനും ചിരിച്ചു വിടും. നീ ഇപ്പോൾ യൂസ് ചെയ്യുക ടെക്നിക്ക് എന്താ? മാർഷൽ ആർട്സ് ആണോ അതോ കരാട്ടെ ആണോ? അത് അങ്ങനെ പറഞ്ഞാൽ അത് പ്രത്യേകിച്ചൊന്നും ഇല്ല, അത് ഞാൻ സെൽഫായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്, എല്ലാത്തിനും ഓരോ മിക്സൊക്കെ ചേർത്ത്. എനിക്കൊരു കാര്യം കണ്ടൊരു അത്ഭുതമുള്ളൂ, നീ കുറച്ച് ഇമോഷണലായിരുന്നു അവിടെ. അത് പിന്നെ എനിക്ക് അതുകൊണ്ട് കയറാൻ ചെറിയൊരു നാണം പോലെ ഉണ്ടായിരുന്നു, അറിയാലോ ഇത്രയും പെട്ടെന്ന് മുമ്പേ. പക്ഷെ അതിപ്പോൾ ഇല്ല, കാണാൻ സാക്കുറ എന്നെ പെട്ടെന്ന് കയറാൻ പോകുന്നിടത്ത് എന്നെ ചെറിയൊന്ന് ബൂസ്റ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ട് അതെല്ലാം ഒരു പവറായി മാറി. ഇതുകൊണ്ട് എന്നെ ഇങ്ങനെ വേർത്തി വെക്കാൻ മതി. ഇതുകൊണ്ട് നമ്മളപ്പോൾ ഫൈറ്റ് ചെയ്യുമോ അപ്പം കല്ലി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം സീരിയസ് ആയിരിക്കണം. അടിക്കടി ഇടിക്കടി, ഇങ്ങനെ ഒടിഞ്ഞ് മാറി അടിച്ചുള്ള അടിയില്ല, പഞ്ച് ചെയ്ത് തന്നെ കളി. എടാ നീ സീരിയസ് ആയിട്ട് തന്നെയാണോ ഈ പറയുന്നത്? നിനക്ക് ഈ സമയത്ത് ഇത് മാത്രമേ എന്നോട് പറയാനുള്ളൂ? അപ്പം അതിന് നമ്മുടെ സാധനം വളയാക്കി പറയും, അയ്യോ സാക്കുറ നിന്നോട് ഫൈറ്റ് ചെയ്യാനോ? അയ്യോ അത് കുറച്ച് പെയിൻഫുള്ളായിരിക്കത്തില്ലേ? നീ എന്താ പെയിൻഫുൾ എന്ന് പറയാം കളിയാക്കുക? എനിക്ക് തോന്നുന്നു ഇവരെ അങ്ങോട്ട് ഇങ്ങനെ തന്നെ ഒരാളെ ശല്യപ്പെടുത്തി അടുത്ത ആൾ ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നു. ഇതൊക്കെ തന്നെ ഇവരെ ഇത്ര സ്പെഷ്യലാക്കുന്നത്. ആ സമയത്തായിരിക്കും നമ്മുടെ ഇരുകിയാണെങ്കിൽ അവൻ്റെ ചേട്ടനെയും വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. അറിയാമല്ലോ നേരത്താണ് ചേട്ടനെ സ്റ്റേജിൽ നിന്ന് വലിച്ച് താട്ടിക്കെറിഞ്ഞ്. അപ്പോൾ അവനവൻ്റെ ചേട്ടനെ വലിച്ചിങ്ങനെ നീക്കി ഒരു മൂലയിലേക്ക് ഇട്ടു. അങ്ങനെ നീക്കിയിട്ട് അവൻ്റെ ചേട്ടനെ എണീച്ച് അവൻ്റെ അടുത്തൊന്ന് ഇരുന്നിട്ട് ചോദിക്കും, അപ്പം നീയും തോറ്റല്ലേ? എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു കേട്ടാ, നമ്മുടെ കാര്യം കഴിഞ്ഞു, ഇവിടെ കൊണ്ടെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അവൻ കിടന്ന് അവിടെ കിടന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അറിയാമല്ലോ ആ ഗ്യാങ്ങിൻ്റെ നിയമങ്ങളെല്ലാം, അതെല്ലാം ഓർത്തിട്ട് അതിനുശേഷം നമ്മുടെ ചക്കൻ ഇനി എൻ്റെ ടേണാന്ന് പറഞ്ഞ് ഇങ്ങനെ എണ്ണിക്കുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ടീമിലെ സാക്കോ എണ്ണിച്ചിട്ട് അപ്പോൾ പറയാൻ തുടങ്ങും, എനിക്ക് ഹിരാഗിയോട് ഫൈറ്റ് ചെയ്യണം. സാക്കുറ സോറി, ഇത്തവണ ഞാൻ ഫൈറ്റ് ചെയ്യാം ആദ്യം. എടാ ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യില്ല, അത് ശരിയാകത്തില്ല, എനിക്കെന്നെ ഇനി ഫൈറ്റ് ചെയ്യണം. എടാ നീ ഹിസ്റ്റോറിയിലെ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആളായിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറയാം അയാളോട് ഞാനാണ് ഫൈറ്റ് ചെയ്യണ്ടേ, അപ്പോൾ നീ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഫൈറ്റ് തീർത്തിട്ട് അടുത്തത് നീ എന്നെ ഫൈറ്റ് ചെയ്യാൻ വിടാത്തതിൻ്റെ കാരണം ഞാൻ അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ജയിക്കാത്ത കാരണമാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ടുപോഴത്തോലില്ലായിരുന്നു. നീ തോക്കുമെന്നുള്ള പേടിയാണോ? അല്ലടാ, ഇപ്പം ഞാനാ പോകണ്ടേ, നിൻ്റെ സമയമായില്ല. അങ്ങനെ പറയാം നമ്മുടെ സാക്കറ അവിടെ ഇരിക്കും, ബാഡ് ബ്ലഷ്ഡ് ആവും. ഈ ചെറുക്കൻ ഇജാതി ഹാർഡ് ആറ്റിറ്റ്യൂഡാണ്, പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അവന് ബ്ലഷ്ഡ് അടിച്ച് നാണം അടിച്ച് അവിടെ ഇരിക്കും. നിനക്ക് തോന്നില്ലേ ആ ഹിരാഗിക്കും സാക്കോയും തമ്മിൽ അതുകൊണ്ട് അറിയാവുന്നെന്ന്? അത് കേട്ടപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മുടെ ഊമിസ പറയാൻ തുടങ്ങും. അവനെക്കുറിച്ച് അധികം ആർക്കും ഈ ഫ്യൂറിനെ അറിയത്തില്ല, ബട്ട് അവന് ഈ സിസ്റ്റോറിനും അങ്ങനത്തെ പല പല ഗ്യാങ്സിലെ ആൾക്കാരെ കുറിച്ച് നല്ല ഇടയിൽ നല്ല പിടിപാടാം. സാക്കോസാ ഡു യുവർ ബെസ്റ്റ്. ഞാനിന്നേ വരെ വിചാരിച്ചില്ല നീ ഒരു വണ്ണിനൊക്കെ അങ്ങോട്ട് പോയി പറയുമെന്ന്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് നിന്നൊക്കെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ അവനവിടെ നിന്ന് കയറിപ്പോവും സാക്കോ സ്റ്റേജിലേക്ക്. ഈ ചെറുക്കന് ഒരു കാര്യം തുറന്ന് പറയത്തില്ല. ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങും, സാക്കൊക്കെ ഫ്യൂറിലെ ടോപ്പ് 4th ലീഡറിനായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ, നോക്കടാ എന്തുകൂടാ ഈ ചെറുക്കൻ ഇങ്ങനെ. എനിക്ക് തോന്നുന്നു ഈ സാക്കോ എന്ന് പറഞ്ഞാൽ കൂടുതലും സൈലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നു. എന്നാലും ഫൈറ്റിലേക്ക് നമുക്ക് നോക്കാം. പണ്ട് കണ്ട ചെറുക്കനേ അല്ല, നീ അങ്ങ് വളർന്നല്ലോടാ. നീ ഇപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ അല്ലേ? ഞാൻ ഇനി എത്ര വിചാരിച്ചെന്ന് പറയാനും ഈ ഫൈറ്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലോ, ചെയ്തല്ലേ പറ്റൂ. പക്ഷേ എടാ എന്ത് ചെയ്യാനാ, എനിക്ക് ജയിച്ചേ പറ്റൂ, ഇല്ലേ ശരിയാവത്തില്ല, അതാ സോറി. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും എൻ്റെ ഈ പുതിയ റിലീസാകുന്ന സമയം ഇന്ന് നമ്മൾ എക്സ്പ്രഷൻ ചെയ്യാൻ പോകുന്നത് വിൻ ബ്രേക്കർ എപ്പിസോഡ് 6 ആസ് യു ഓൾ വിഷ്. അത് അങ്ങനെ എപ്പിസോഡ് 5 ഇട്ട് കഴിഞ്ഞിട്ട് 2-3 ദിവസം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങ് ഇരിക്കുമ്പോഴേ എൻ്റെ പൊന്നു മച്ചന്മാരെ നിങ്ങളെല്ലാം 3 ദിവസമായി അടുത്ത എപ്പിസോഡ് ഇടുക ബ്രോ, 4 ദിവസമായി അടുത്ത എപ്പിസോഡ് ഇടുക ബ്രോ, അടുത്ത എപ്പിസോഡ് ഇറങ്ങി പെട്ടെന്നിടെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുമല്ല. എനിക്കറിയാം നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് കാണാനുള്ള ധൃതിയാണ്, ബട്ട് ഞാൻ സൈഡിൽ കൂടെ വേറെ കുറച്ച് ആനിമയൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ഇനിയും എന്തായാലും ഡീമൺ സ്ലെയർ കൂടെ ഇറങ്ങി. അപ്പോൾ കൈജു നമ്പർ 8 എന്ന് പറയുന്ന ആനിമ കിടപ്പുണ്ട്. സോളോ ലെവലിംഗ് ഉള്ളിൽ തുടങ്ങിയിട്ടു. ഇനി സോളോ ലെവലിംഗ് എടുക്കുന്നില്ല, അതിന് സീസൺ 2 ഇനി ആവട്ടെ, എന്നിട്ട് ഇനി നോക്കാം. കൈജു ഇനിയും തൊട്ട് ഞാൻ അടുത്ത ഇനി ഇടാൻ പോകുന്ന അതിൻ്റെ വീഡിയോ.
അത് കഴിഞ്ഞ് നമ്മൾ ഡീമൺ സ്ലെയർ കൂടെ പിക്ക് ചെയ്യുന്നതായിരിക്കും കൂടെ. അങ്ങനെ ഈ 3 ആനിമ കൂടെ കൊണ്ടുപോകാനാണ് നോക്കുന്നത്. ഒരു വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ്. എന്നിട്ടും അതിൽ കുറേ തെറ്റുകൾ വരും. സോ നിങ്ങൾ ഇനിയും ഇതേപോലെ പറയണം കേട്ടോ, അടുത്ത എപ്പിസോഡ് അങ്ങനെ ഇട്ടാലേ എനിക്ക് പെട്ടെന്ന് മടിയില്ല ഇടാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്ര ഒത്തൊരു എപ്പിസോഡല്ല. എനിക്ക് മനസ്സോടെ ചെയ്യുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ചെയ്യുന്നത് തന്നെ. സോ നിങ്ങൾ ഇതേപോലെ പറയാൻ ഇനിയും ട്രൈ ചെയ്യുക, എന്നാലേ എനിക്ക് ഇനിയും പെട്ടെന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. സോ ഇനിയും കൂടെ താമസിപ്പിക്കാതെ ഇറ്റ്സ് മീ യുവർ എക്സ്പ്ലെയിനർ മിസ്റ്റർ ആനിമേ മല്ലു. മതി സംസാരിച്ച് വാ, പെട്ടെന്നാട്ടെ, ഫൈറ്റ് തുടങ്ങ്. വൺസ് അഗെയിൻ ഈ ഫൈറ്റ് സീനും ഞാൻ പാട്ടിട്ട് തന്നെയായിരിക്കും കളിക്കുന്നത്. സോ പ്ലീസ് എൻജോയ്. എൻ്റെ കിരി വർക്ക് ചെയ്യുന്ന 5 പേരിലെ ഒരാളാണ് അവൻ. ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ രിജി എന്ന് പറഞ്ഞ ആൾക്ക് പോലും മാച്ചായിട്ട് നിൽക്കും. അടുത്ത വലിയതോ പുള്ളിയായിരിക്കും. പക്ഷെ അവൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ ഈ ഫുൾ പവർ എടുത്തുള്ള ഫൈറ്റ് അതെന്തിനാണെന്നാണ് മനസ്സിലാവാത്ത. എന്തായാലും വെറുതെ പോകുന്ന ഒരാളെ പോലും പിടിച്ചിട്ട് തല്ലുന്ന സ്വഭാവമാണ് അവൻ്റെ. ഈ സാക്കോടെ വന്ന സമയത്ത് കഴിഞ്ഞ് ഓർമ്മയുണ്ടോ ചൂസി? പിന്നെ എപ്പോഴൊക്കെയാണ് യെസ് നോ അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതേ സമയത്ത് ഇത്രയും കാലം നമ്മളോട് സംസാരിക്കാത്തവൻ ഹിരാഗി എന്ന് പറഞ്ഞ് ഇപ്പം കണ്ടവനായിട്ട് സംസാരിക്കുന്ന കണ്ടില്ലേ ഫൈറ്റിനിടയ്ക്ക് വെച്ച്. അപ്പോൾ എന്തായാലും അവന് ഹിരാഗിയോ അവനും തമ്മിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, അതുറപ്പായി. സാക്കോ നമ്മൾ ഹിരാഗിയുടെ ഓരോ മൂവ്മെൻറ്റും ഇങ്ങനെ ഗസ് ചെയ്തിട്ട് പറയും, നീ ഒട്ടും മാറിയിട്ടില്ല, അതിന് ഹിരാഗി നീ ഒരു ടോക്കറുമായിരുന്നു. പണ്ട് ഞാൻ നിന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്കൊരിക്കലും പറയേണ്ട വന്നില്ല മിണ്ടാതിരുന്ന് ഫൈറ്റ് ചെയ്യണമെന്ന്. കാരണം ഫൈറ്റ് ചെയ്യുന്നിടയിൽ നീ എന്നെ നാക്കുകൂട്ടിക്ക് അടിച്ചാലോ, എപ്പോഴും മിണ്ടാതല്ലേ ഇരിക്കുന്നത്. ഹിരാഗി കളിയാക്കിയാന്ന് മനസ്സിലായി. നമ്മുടെ സാക്കോയ്ക്കാണെങ്കിൽ ദേഷ്യം വന്ന് അവൻ്റെ സ്പീഡെല്ലാം അങ്ങ് കൂടി. അവൻ ചാടിയാണെങ്കിൽ ഒരു 1.5 കിക്ക് അങ്ങ് വെച്ച് കൊടുത്തു നമ്മുടെ ഹിരാഗിയുടെ മുഖത്ത് നോക്കി. അവനാണെങ്കിൽ തെറിച്ചടിച്ച് വീരുകയും ചെയ്തു. ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ ചൂസിയും ജോയും ഒക്കെ ഇല്ല, അവരൊന്ന് ഞെട്ടിയും സന്തോഷിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ നമ്മുടെ സാക്കുരയും നീരിയും മിസാടെയൊക്കെ മുഖം മാറിയത് നമുക്കല്ലേ അറിയൂ. ചിലപ്പോൾ നീ കുറച്ച് ചേഞ്ചായി ഹിരാഗി, നീ കുറച്ചുകൂടെ വീക്കറായി. ഇതാ നിനക്ക് പറ്റുന്ന, നീ ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് നിന്ന് തെണ്ടി തിരിഞ്ഞ് കളിച്ച് നടന്ന കുറച്ച് ഉണ്ണിപ്പിള്ളാരുടെ കറങ്ങി അടക്കും അവൻ. എന്ന് പറഞ്ഞ അവിടെ നിന്നൊരു ശബ്ദം, നമ്മളെ സാക്കുറ. ഇത് കണ്ട് നമ്മളെ സാക്കു ഞെട്ടിയൊന്ന് നോക്കുക അവനെ. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്, ഏടാ മുള്ളം പന്നി, നീ ആരാ, നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറയും. അവളെ സാക്കറാണ് ചാടാൻ തുടങ്ങും. നീ കാണോ ഞങ്ങളെല്ലാം കളിയാക്കുന്നത്, നീ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? നീ നിന്റെ വയറിനെ പോലെ തന്നെ വീക്കാണോടെ, എണ്ണിക്കടാ സാക്കുറതുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നടാന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നു. നീര് അവനെ പിടിച്ച് വലിക്കുകയും ചെയ്യും. സാനോ എൻ്റെ ഇടയ്ക്ക് സാക്കുറയ്ക്ക് എന്തുമാത്രം കെയറിങ് അവൻ്റെ ഫ്രണ്ട്സിനെ എന്ന് അത്രയും കേട്ടാൽ മതിയല്ലേ. വന്ന പുലിക്കുട്ടി എല്ലാം പോയി. അവൻ അപ്പത്തേനും ബ്ലസ്റ്റ് അടിച്ചു പോയി, കഴിഞ്ഞു. ഇപ്പോൾ ഉമ്മിസ സാക്കോയെ വിളിക്കും. മോനെ സാക്കോ, എടാ നിനക്കറിയാവുന്ന പോലെ ഹിരാഗി ഞങ്ങളുടെ 4 ഡബിൾസിലെ ഒരു ഡബിളാവൻ. 4 ഡബിളിലെ എനിക്ക് വൺ ഓഫ് ദി വേണ്ടപ്പെട്ട ഒരാളും. നിനക്ക് ഞങ്ങളിട്ട അവൻ്റെ വേറൊരു പേരെന്താണെന്നറിയോ? പിന്നെ കാണുന്ന നമ്മുടെ സാക്കോയുടെ തോളത്തൊരു കയ്യാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ സാക്കുറായും നിയേരിയും സാനോയും ഇവനും എല്ലാവരും ഞെട്ടിപ്പോവും. യെസ് ഗൈസ്, ഫ്യൂറിലെ 4 ഡബിളുകളിലെ ഒരു ഡബിൾ ഹിരാഗി, അതിലേറ്റവും ടോപ്പ്. എടാ മോനെ, അങ്ങനത്തെ ഒരു കിക്ക് ഇട്ടിട്ടുണ്ടല്ലോ, കാലം എത്രയെന്നറിയുമോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിരാഗി കൈ ചുരുട്ടി ഒരു അടിയാന്നോട്ട് വെച്ച് കൊടുക്കാൻ തുടങ്ങും നമ്മുടെ സാക്കോയ്ക്ക്. പക്ഷേ എന്ത് പറയാനാ, നമ്മുടെ സാക്കോ രക്ഷപ്പെട്ടു. പക്ഷേ ഗൈസ്, അടി നിലത്തുനിന്ന് ഇടിച്ചപ്പോൾ ഒരു പവർ കണ്ടാ. ഇവനെ വെറുതെ ഒന്നും അല്ല ഫ്യൂറിലെ ടോപ്പ് ഡബിൾസ് ആക്കി. അവൻ്റെ ശരിക്കുള്ള പേരാണ് ഭയമോ ബിഷാബോട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പേര് കറക്റ്റാന്ന് തോന്നുന്നു. അപ്പം ഈ ബിഷാമോട്ടോ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പേരാ. ആൻഡ് ആ ദൈവമാണ് ഈ ബാറ്റിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഈ അടിയിലാണ് ഏത് ബാറ്റിൽ നടന്നാലും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നീ ആണ് ഒരു ഫസ്റ്റ് ഇയർ പോലെ എൻ്റെ ദേഹത്ത് കിടന്ന് ചാടാൻ തുടങ്ങി.
ഇത് ഭയങ്കര നാണക്കേടാ എന്ന് പറഞ്ഞിട്ട് അവൻ 2 മരുന്നെടുത്ത് കഴിക്കാൻ തുടങ്ങും. ഗൈസ്, ടൈം ഫോർ എ ഫ്ലാഷ് ബാക്ക് കേസ്. അപ്പോൾ നമ്മുടെ സാക്കോയുടെ ചെറുപ്പമാണ് ഈ കാണിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മുടെ സാക്കോയെ പിള്ളേരെല്ലാം പിടിച്ചെടുത്ത് റാഗ് ചെയ്യാൻ പോകുമായിരിക്കും. അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വരും, പക്ഷെ ആരും നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ആഴ്ചയാണ് നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ ഇരാക്കിയുടെ സാക്കോയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയും ചുമ്മാർ ഇങ്ങനെ തന്നെയാണോ ഡെയിലി ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നീരി സാക്കുര ഇതാണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ സാധനം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എടാ, അവനെ ഫ്യൂറിലെ ടോപ്പ് 4 ഡബിൾസ് ആക്കി വെച്ചേക്കുന്ന വെറുതെ ഒന്നും അല്ല. അവൻ എത്ര സ്ട്രോങ് ആണ്, അവൻ അതിൻ്റെ രീതിയിലൊക്കെ ഒന്ന് കാണിച്ചൂടെ? ചുമ്മാ എനിക്കുറപ്പാ അവനങ്ങനെ ജാട കാണിച്ച് സ്ട്രോങ് ആയിട്ട് നടന്നു പോയിരുന്നെങ്കിൽ പോലും നീ അവൻ്റെ അടുത്ത് അവൾ ദേഷ്യപ്പെട്ടേനെ. അപ്പുറത്ത് നമ്മുടെ ഇരാക്കി സാക്കോനെ പൊഴിഞ്ഞടി ഇവിടെ നിന്ന് നിൽക്കുമെന്നൊന്നും തോന്നുന്നില്ല. സാക്കോയ്ക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യമുള്ളൂ, അവൻ ഈ കൊടുക്കുന്ന ഓരോ അടിക്കും അവൻ എത്ര വർഷമായിട്ട് അവൻ ട്രെയിൻ ചെയ്യുക അറിയാമോ? അങ്ങനെ ട്രെയിൻ ചെയ്ത് നടന്നിട്ട് അവന് ഹിരാക്കി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഹിരാക്കി ഈസി ആയിട്ട് അവനെ ഫൈറ്റ് ചെയ്യുന്നതും ബ്ലോക്ക് ചെയ്യുന്നതും ഡോഡ്ജ് ചെയ്യുന്നതും. ആകപ്പാടെ ഹിരാക്കി ഇത്ര നാളിട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവൻ അവൻ്റെ കൂട്ടുകാരോട് ഒന്ന് എൻജോയ് ചെയ്ത് ഫണ്ണടിച്ച് നടക്കുക. എന്നിട്ട് ഹിരാക്കി തന്നെ ഇത്രയും സ്ട്രോങ് ആയെന്നാണ് നമ്മുടെ സാക്കോയ്ക്ക് മനസ്സിലാകാത്തത്. പിന്നെ ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. എന്തിനാ നീ എനിക്ക് വേണ്ടി അവരെല്ലാം അടിച്ചിട്ടേ? ഇനി ആ മേഡ്രോസിനെ എടുത്ത് ചാവാൻ വേണോ ഇല്ല അടി കൊള്ളാൻ വേണോ? നീ അവരുടെ അടുത്ത് വെറും മിണ്ടാതെ ഇങ്ങനെ നിന്ന് അടി കൊള്ളാല്ല, നീ ഒന്നും ചെയ്യത്തൊന്നുമില്ലല്ലോ. ബാ എണ്ണിക്ക്, അവിടെ തന്നെ ഇരുന്നിട്ട് ഇനി വേറെ പണിയില്ല, വാ വീട്ടിൽ പോകും. ഹേയ്, നീ എന്നെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കാവോ പ്ലീസ്? ഓക്കെ, നീ ബാ. അങ്ങനെ അന്ന് തൊട്ട് നമ്മുടെ സാക്കോ ഹിരാഗിയുടെ ശിഷ്യനായി മാറിയിരിക്കുന്നു. അവരെന്നും ട്രെയിൻ ചെയ്യും. കാരണം ആ സാക്കോയുടെ ഉള്ളിൽ ഹിരാഗി എന്ന് പറഞ്ഞത് സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അവനെപ്പോലെ ആവണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. എനിക്കും അവനെപ്പോലെ ആവണം, എനിക്കും അവൻ്റെ കൂട്ട് സ്ട്രോങ് ആവണം, എനിക്ക് അവൻ്റെ കീഴിൽ വർക്ക് ചെയ്യണം എന്നൊരു ഡിസിഷൻ നമ്മുടെ സാക്കോ ചെറുപ്പത്തിൽ തന്നെ എടുക്കും. അപ്പോൾ നമ്മുടെ ഹിരാഗി അവിടുത്തെ ഹൈസ്കൂൾ പാസ്സായി, ഇനി ഫ്യൂറിലേക്ക് പോവുക. ഹൈസ്കൂളെന്ന് പറഞ്ഞാൽ 10th അല്ലേ, അത് കഴിഞ്ഞിട്ട് 12th ആണെന്ന് തോന്നുന്നു അവിടെ. അപ്പം ഫ്യൂറിലേക്ക് പോകുമ്പോൾ നമ്മൾ സാക്കോ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് സാക്കോയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല, അടുത്ത വർഷമേ അവന് ഫ്യൂറിന് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഹിരാഗി പറയും നമ്മുടെ സാക്കോയ്ക്ക് എപ്പോഴും ഹിരാഗി നമ്മുടെ ടോപ്പിൽ കാണാൻ ആഗ്രഹം. പക്ഷേ ഹിരാഗി എന്ന് പറഞ്ഞ അവിടുത്തെ ഊമിയ എന്ന് പറഞ്ഞ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാനാകാൻ പോകുന്നത്, അത് അവൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മുടെ സാക്കോയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് ഓൾറെഡി നമ്മുടെ ഹിരാഗിക്ക് അറിയാം. എന്നിട്ട് നമ്മുടെ ഹിരാഗി സാക്കോയോട് പറയാം, സാക്കോ മോനെ, നീ വിചാരിക്കുന്ന പോലെ എനിക്കിനി എല്ലാവരുടെയും ലീഡർ ആവാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇനി ഒരാളുടെ കീഴിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ നീ വിചാരിക്കുന്ന ഒരാളാവാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് നീ നിൻ്റെ ഓൺ പാത്ത് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് തന്നെ വിട്ടിട്ട് ഹിരാഗി ഫ്യൂറിലേക്ക് പോകും. അങ്ങനെ താൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ മാസ്റ്ററെ താൻ ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ച് ആൾ തന്നെ ഇട്ടേച്ച് പോയപ്പം ഉണ്ടായ ആ ഒരു വിഷമം, ദേഷ്യമല്ല ഒരു വിഷമം കാരണം അവരെ എല്ലാം എടുത്തിട്ട് അടിച്ച് തീർത്തെന്ന് ഇഞ്ചപ്പരിവാക്കി അവരെ. അത് കണ്ട് നമ്മുടെ ചൂസിയും ജോയും ആണ് അവനെ സിസ്റ്റോറിലേക്ക് വിളിക്കുകയും ചെയ്യും. സിസ്റ്റോറിങ് ഈസ് എ പ്ലേസ് വെയർ സ്ട്രോങ് ബിലോങ്സ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇവൻ സ്ട്രോങ് ആണെന്ന് വിചാരിച്ച് ഇവനെ ടീമിൽ കയറ്റി. അങ്ങനെ നമ്മളെ വീണ്ടും കാണിക്കുന്ന ഫൈറ്റ് സീൻ നൈസ്. അപ്പം സാക്കോ വീണ്ടും കുറച്ചുകൂടി ദേഷ്യത്തിൽ ഓടി വന്ന് അവനെ അടിക്കാൻ നോക്കും. പക്ഷേ അത് ഒരു കിക്കിന് നമ്മുടെ ഹിരാഗി തടയുകയും ചെയ്യും. സാക്കോ പറഞ്ഞാൽ ഇത്രയും കാലം ഫ്രണ്ട്സൊന്നും ഉണ്ടാക്കാതെ ഫൈറ്റ് ചെയ്യാൻ പഠിച്ചത്, അപ്പോൾ അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അതിന് ഹിരാഗിക്ക് ഒന്നേ പറയാനുള്ളൂ, ഐ എം സോറി എടാ. അങ്ങനെ ഒരു പഞ്ചൂടെ കൊടുത്ത് നമ്മുടെ സാക്കോയെ സൈഡാക്കി കഴിഞ്ഞു. ഫൈറ്റ് ഓവറായതിനു ശേഷം നമ്മൾ ഹിരാഗി ആ പഴയ കാലമായിരിക്കും ഓർക്കുന്നത്. ജസ്റ്റ് ആ സാക്കോയോട് അവൻ ഉമ്മിസയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ ആ സമയം, അവനോട് അവൻ്റെ ഓൺ പാത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞ സമയം, ജസ്റ്റ് അത് ഓർത്തുകൊണ്ട് തന്നെ ആ സീൻ അവിടെ കൊണ്ട് തന്നെ കട്ടാവാണ്. ഇത്രയും കാലമായിട്ട് ഞാൻ എൻ്റെ ഗോൾ ഇതുവരെ മാറ്റിയിട്ടില്ല, നിന്നെ ഫോളോ ചെയ്യണം, നിന്നെപ്പോലെ ആവണം. ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്യുമായിരുന്നു നീ എന്നെ തിരിച്ച് നിൻ്റെ കൂട്ടത്തിൽ വിളിക്കാൻ, അങ്ങനെ എനിക്ക് നിൻ്റെ കൂടെ വീണ്ടും നടക്കാമല്ലോ. പക്ഷേ അതൊരിക്കലും നടന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സാക്കോ അൺകോൺഷ്യസ് ആവുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ ഹിരാഗി ചെറുതായിട്ടൊന്ന് പാസ്റ്റിനകത്തേക്ക് പോകും. പാസ്റ്റിൽ സാക്കോയെ ട്രെയിൻ ചെയ്ത ആ സ്ഥലത്ത് വെച്ച് ഇവർ രണ്ടു ഒന്നുകൂടി ഇരിക്കുമായിരിക്കും. ആൻഡ് അവിടെ വെച്ച് നമ്മുടെ സാക്കോ എൻ്റെ ലക്ഷ്യം ഹിരാഗിയോട് പറയും, ഞാൻ നിന്നെ തന്നെ ഫോളോ ചെയ്യാൻ പോയി ജീവിതകാലം മൊത്തം, എനിക്ക് നിൻ്റെ കൂട്ടാവണമെന്ന്. പക്ഷേ ഹിരാഗിക്ക് അറിയാൻ ഒരിക്കലും നടക്കത്തില്ലെന്ന്. കാരണം അവൻ ഉമ്മിയസയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പോകല്ലേ, അത് നമ്മുടെ സാക്കോയ്ക്ക് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ലെന്നും അറിയായിരുന്നു. ആൻഡ് അവനെ അവൻ്റെ ഓൺ പാത്ത് ചൂസ് ചെയ്യാൻ വേണ്ടി വിടണമെന്നും അവന്
മനസ്സിലായി. അതുകൊണ്ട് അന്ന് അവനൊന്നും മിണ്ടിയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജോ എണ്ണിക്കുമായിരിക്കും. കാരണം മാച്ച് കഴിഞ്ഞില്ലേ, ഇനിയും അവൻ്റെ ബോഡി എടുത്തുകൊണ്ട് താഴെ എറിയാൻ വേണ്ടി അടുത്ത ആൾക്കാരോട് പറയണ്ടേ. അതിന് ഡേയ് ആരെങ്കിലും കൊണ്ട് അതിന് താഴേക്ക് എടുത്തിറേ, വേണ്ട അവനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഹിരാഗി അവനെടുത്ത് തുളത്ത് കയറ്റി താഴെ കൊണ്ട് വിടാൻ തുടങ്ങും. ഇത് കണ്ട് നമ്മുടെ ജോയ്ക്ക് അത്ര ഇഷ്ടപ്പെടത്തൊന്നുമില്ല. എന്നാലും അവൻ അപ്പോൾ ഒന്നും പറയത്തില്ല. അതിന് പകരം അവനൊരു കാര്യം ചെയ്യാൻ പോകും. അങ്ങനെ നമ്മുടെ ഹിരാഗി നമ്മുടെ സാക്കോയെ താഴെ കിടത്തുമായിരിക്കും പതിയെ. അപ്പോൾ നമ്മുടെ പുറയിൽ നിന്ന് നമ്മുടെ ജോ വന്നിട്ട് അവൻ്റെ ഡ്രസ്സ് പതിയെ അങ്ങ് വിടാൻ തുടങ്ങും. കാരണം അവൻ തോറ്റില്ലേ. അത് നമ്മുടെ ഹിരാഗി താടയും. നിൻ്റെ ബാറ്റിൽ ഇപ്പരും കിടക്കുമല്ലേ, അതുകൂടെ കണ്ടിട്ട് ഇത് ചെയ്താൽ പോരെ, ആർക്കറിയാം നീ തോക്കുമില്ലയോ എന്ന്. അങ്ങനെ ഒരു മരണമാസ അടിയും മരണമാസ ഡയലിയും കേട്ട് നമ്മുടെ ഹിരാഗി തിരിച്ചു വരേക്കാൻ്റെ സീറ്റിലേക്ക്. നമ്മുടെ നീരി സാനെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നൈസ് വർക്കിന് ഗ്രേറ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഹിരാഗി ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ച ആളുടെ അടുത്ത് തന്നെ നമ്മുടെ ഹിരാഗി പോയിരിക്കും. ഐ മീൻ മിസ്സ ഒഫീഷ്യലി യു ഓൾ നോ. ബൈദന നീ പൊളിച്ച് കേട്ടളയാ. എനിക്കറിയാം. പിന്നെ എന്നത്തെ പോലെ തന്നെ നിൻ്റെ കറക്കുള്ള അടിയുണ്ടല്ലോ, അത് മാരണമാസം പൊളി തന്നെ. നമ്മുടെ മിസ്സ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് ചോദിക്കണമെന്നില്ലേ? എന്ത് ചോദിക്കാൻ? സാക്കോ ആരാന്നോ? ഒന്നും കുഴപ്പമില്ല. നീ എപ്പോഴാ വെച്ചാൽ നീ ഫീൽ ഫ്രീ ആകുമ്പം നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീ അതിനോട് പറഞ്ഞാൽ മതി, ഞാൻ അതൊരു വെയിറ്റ് ചെയ്തോളാം. അങ്ങനെ രണ്ട് ഒറ്റ സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നതും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു വൈൻഡപ്പാണ്. മനസ്സോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാനിരുന്നത്. എങ്കിൽ പോലും ലാസ്റ്റ് ആയപ്പോൾ എനിക്കെന്തോ ഇതുവരെ നടന്ന ഇത്രയും ഈ എപ്പിസോഡിലെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതിലേക്ക് എന്തോ കുറച്ചുകൂടെ ഒന്ന് ഇമോഷണലായി ടച്ചായി. കുറച്ചുകൂടെ ആ സാക്കോ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിൽ എന്തോ ഇഷ്ടം പോലെ. ഹിരാഗിയും പൊളിയായിരുന്നു കേട്ടോ. സോ എൻ്റെ പൊന്നോ, ഞാൻ നല്ല രീതിയിൽ ടയർഡായി. എത്ര തവണ റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ അത് ഈ റെക്കോർഡിങ് അറിയാമോ. പിന്നെ ഇപ്പോൾ ഈ ഔട്ട്ഡ്രോ പരിപാടി ഞാൻ കുറച്ച് കേട്ടോ. കാരണം ഔട്ട്ഡ്രോയ്ക്ക് നല്ലവണ്ണം കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. അതാ ഈ എപ്പിസോഡ് എൻ്റെ ആവുന്നതിന് കുറച്ച് മുമ്പേ ഞാൻ പറയാൻ തുടങ്ങുന്നത്. സോ ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത്, സബ്സ്ക്രൈബ് പ്ലീസ്. 80-something ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുപോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഞാൻ സബ്സ്ക്രൈബ്, ലൈക്ക്, നോട്ടിഫിക്കേഷൻ എല്ലാം പറയുന്നുണ്ടോ? സോ അത് നിങ്ങളുടെ കടമയില്ല. നിങ്ങൾക്കത് ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ച് എല്ലാം എന്തായാലും വിൻഡ് ബ്രേക്കർ ആദ്യം ഇടുന്ന ഞാനല്ലേ മലയാളത്തിൽ, അതിൻ്റെയെങ്കിലും ഇത് കാണിച്ചൂടെ? ചെയ്യാത്തവരുണ്ട്, ചെയ്യുന്നവരെ ഞാൻ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക്സ്. ഇത്രയൊക്കെ ആക്കി എടുത്തില്ലേ എന്നെ, എനിക്ക് ഇത്ര നല്ല വ്യൂസും വാച്ചവറും എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടർക്കും താങ്ക്സ്. ആൻഡ് ഇനി അടുത്ത കൈജു നമ്പർ 8 ഒരു എപ്പിസോഡായിട്ട് കാണുന്ന നമ്പരെ ഇറ്റ്സ് മീ യുവർ എക്സ്പ്ലെയിനർ ബൈ ബൈ ബഡീസ്.